അനുഭവങ്ങൾ പങ്കുവച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എച്ച്.എച്ച്. വായനശാലയുടെ പേരിലും നാടകപ്രവർത്തകരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നാടകത്തിന് ഈ ആർട്ട് വർക്ക് ചെയ്ത സുരേഷ് ഡാവൻജി ഇന്നിവിടെ പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ ഒരു ഗൾഫ് യാത്രയുടെ ഭാഗമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ നെടുമ്പാശ്ശേരി 4 മണിക്കാണ് പുള്ളി പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് വളരെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെയൊക്കെ. അതുകൊണ്ട് പുള്ളി ചെയ്ത ശില്പം ഡോക്യുമെൻ്റായിട്ട് അയച്ചു തന്നിട്ട് അതാണ് നമ്മളിവിടെ ആ ഒരു ചേഞ്ച് വരുന്ന ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ പോസ്റ്ററായിട്ട് ചെയ്യുന്നത്, ഫ്ലക്സായിട്ട്. അപ്പോൾ ഡാവിഞ്ചിയുടെ നമ്മൾ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ശബ്ദം കേൾപ്പിക്കാം. എന്താ സംഭവം? നമസ്കാരം, ഞാൻ ഡാവിഞ്ചി സുരേഷാണ്. വയനാടിലെ നാടകക്കാരുടെ ഒരു കൈത്താങ്ങായിക്കൊണ്ട് ഇതും നമ്മൾ അതിജീവിക്കും എന്ന നാടകം നിരവധി വേദികളിലായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വേദികൾ പോകാനുണ്ട്. മാർഗം ഏതായാലും നമുക്ക് ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉൾപ്പൊട്ടൽ മിനിയേച്ചറിന്റെ ചിത്രവും ഇതിൽ ഭാഗവാക്കാവുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചാക്കോടി അന്തിക്കാട് എന്ന നമ്മുടെ ചാക്കോ മാഷ് പലതവണ എന്നെ വിളിച്ചിരുന്നു. സതുദ്ദേശത്തോടെ നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുകയാണ്. ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സുരേഷ് നന്മ, ലതാ മോഹൻ എന്നിവർക്കും ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അടക്കമുള്ള അണിയറപ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒരുപാട് വേദികളിൽ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു. വല്ലച്ചറ, ചേർപ്പ്, ആറാട്ടുപുഴ, പെരുവനം, ഊരകം, എട്ടുമുന, ചേറ്റുവ, ഏങ്ങണ്ടിയൂര്, കോടാലി, കൊരട്ടി, ഇങ്ങനെയുള്ള അവണിശ്ശേരി, ഇങ്ങനെയാണ് നമ്മൾ 14 ദിവസം കൊണ്ട് 20 അവതരണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അടുത്തതായി തൃശ്ശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ വിലാസ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. പ്രിയ സുഹൃത്തുക്കൾ, വായനശാലയുടെ ഈ സൺഡേ മുറൽ പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോൾ ഞാനന്നിവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സുരേഷ് മാഷും രചയിച്ചും കൂടി പാപത്തറ നാടകം കളിച്ചുകൊണ്ടാണ് ഈ സൺഡേ മുറൽ ആരംഭിച്ചത്. പിന്നീട് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായൊരു ഘട്ടം വന്നപ്പോൾ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമൂഹ മനസ്സാക്ഷി നടത്തുന്ന ഒരു വലിയ പരിപാടിക്ക് ഒരു കൂട്ടം നാടക പ്രവർത്തകർ പ്രതിഫലമൊന്നും വാങ്ങാതെ കേവലമായിട്ടുള്ള ഒരു പ്രതിഫലത്തിന് വേണ്ടിയല്ല, തകർന്നുപോയ ആയിരങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി നാടകത്തെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിന് മുന്നിൽ നിന്ന് നയിച്ച ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ലതേച്ചി, സുരേഷ് മാഷ്, ചാക്കോ മാഷ്, അതുപോലെ സനില്, പ്രസാദ്, ഗോപകുമാർ തുടങ്ങിയ എല്ലാ നാടക പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ, ആശംസകൾ അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ബിന്ദു ടീച്ചറുടെ സാന്നിധ്യം കൂടിയായപ്പോഴാണ് ഈ സദസ്സ് ഏറ്റവും അർത്ഥപൂർണമായത്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കും. 10ാം വാർഡ് മെമ്പർ KB പ്രജിത്ത് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടിയാണ് ഈ നാടകം. ഇതും നമ്മൾ അതിജീവിക്കുന്ന നാടകം ഈ 20 ദിവസമായിട്ട് അരങ്ങേറിയിട്ടുള്ളത്. ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലും എല്ലാവിധ സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ലത മോഹൻ 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളിത് ഉദ്ദേശിക്കുമ്പോൾ ഇതൊരു നാടകമായിട്ടോ അങ്ങനെ ഒന്നുമല്ല. മനുഷ്യനെ ചേർത്ത് പിടിക്കുക,
സ്നേഹിക്കുക. ആ സ്നേഹം കൊണ്ട് എങ്ങനെ കൈത്താങ്ങാകാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ അറിയാം, സ്നേഹം അറിയാം, അവരുടെ വിശ്വാസം അറിയാം. അപ്പൊ കുറച്ച് കൂടുതൽ വയനാടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബിന്ദു ടീച്ചറെ പരിചയപ്പെടാൻ വെച്ചാൽ എന്റെ ഫ്രണ്ടാണ് ബിന്ദു ടീച്ചർ. അപ്പൊ ബിന്ദു ടീച്ചറിനെ വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് വന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാടകമേ അല്ല, ജീവിതം പകർത്തിയത് തന്നെയാണ്. നമുക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും, അത്രയും നമ്മൾ ചെയ്തുള്ളൂ. ഇതിന്റെ ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ 20 വേദികളിലും ശരിക്കും നമ്മുടെ അനുഭവം പങ്കുവെക്കണം എന്നുണ്ടായിരുന്നു. അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ കലാകാരന്മാര് എപ്പോഴും അതിജീവിക്കുന്നവർ തന്നെയാണ്. എന്തിനു വേണ്ടിയും എപ്പോഴും മുന്നോട്ട് ഇറങ്ങുന്നവർ തന്നെയാണ് കലാകാരന്മാര്. അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഉദ്യമത്തിന് ഇറങ്ങിയത്. അപ്പൊ എല്ലാവരുടെയും സ്നേഹം ഉണ്ടായിരുന്നു, സമർപ്പണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളും പരസ്പരം സ്നേഹവും സമർപ്പണവും പങ്കുവെച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇനിയും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് എങ്ങനെ പറ്റുമോ, മനുഷ്യനോട് ചേർത്ത് പിടിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ, അങ്ങനെയൊക്കെയും ഞങ്ങൾ കലാകാരൻ ചെയ്യും എന്ന് തന്നെ ഉറച്ചു പറയുന്നു. ഈ ഉപകാരം നൽകിയവൻ എങ്ങനെ ഒരു കുടുംബത്തിലുള്ള, ശരിക്കും ഇതിന്റെ ഒരു കുടുംബം പോലെയാണ്. ഇത് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളും പറയും ഞങ്ങളുടെ ചേച്ചി എന്നാ പറയുക. അപ്പൊ അതൊക്കെ നമ്മുടെ തന്നെയാണ്, ഒരിക്കലും നിങ്ങളുടെയും ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരുമിച്ച് തന്നെ എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഇനി പൈസ കൈമാറുന്ന ചടങ്ങാണ്. അതിന്റെ പൈസ എത്രയാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് സിബിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആകെ 70,013 രൂപ ഈ ബോക്സ് വഴി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷനായിട്ട് 4,880 രൂപ. അങ്ങനെ മൊത്തം 74,893 രൂപ. ഒന്നുകൂടി ഡിനോമിനേഷൻ സഹിതം പറയാം. 500-ന്റെ 36 നോട്ട്, 200-ന്റെ 28 നോട്ട്, 100-ന്റെ 289 നോട്ട്, 50-ന്റെ 191 നോട്ട്, 20-ന്റെ 254 നോട്ട്, 10-ന്റെ 227 നോട്ട്, 5-ന്റെ 67 നോട്ട്, 2-ന്റെ 97 കോയിൻ, 1-ന്റെ 84 കോയിൻ. അതുപോലെ ALPS ഊരകത്തെ പ്രദർശനത്തിന് ശേഷം കിടാകുളങ്ങരയുള്ള ഒരു വിദ്യാർത്ഥി, അദ്വൈത് എന്ന് പറയുന്ന വിദ്യാർത്ഥി, അലങ്കാര മത്സ്യം മേടിക്കുന്നതിന് വേണ്ടി ഒരുപാട് മാസത്തെ ആ കുട്ടിയുടെ സമ്പാദ്യ കുടുക്ക പൊട്ടിച്ച് അത് മുഴുവൻ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അങ്കമാലിയില് ഒരു ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുന്ന, കൊരട്ടിയില് ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുന്ന ഒരു സ്ത്രീ, ഒരു അമ്മ, അവര് നിക്ഷേപിച്ച ആ പണവുമാണ് ഞങ്ങളുടെ ഈ നാടക പര്യടനത്തിന്റെ ഏറ്റവും വലിയ സംഖ്യ എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇത് കൈമാറാൻ വേണ്ടെന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ഡിനോമിനേഷൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മള് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന രീതിയിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ ലൈവ് കൊടുക്കുന്ന എല്ലാ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ തുക മാത്രം പറയുമ്പോൾ ഒരു അവ്യക്തത നിൽക്കും. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പറയുന്നത്. നമ്മളെല്ലായിടത്തും പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോഴാണ് ആ വ്യത്യാസം അറിയുള്ളൂ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വ്യത്യാസം. ഓക്കെ. ഇനി ഈ പൈസ നമ്മൾ കൈമാറുകയാണ്. അതിനുവേണ്ടി തൃശ്ശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി
ശ്രീ രാമചന്ദ്രൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ നാടക പ്രവർത്തകരെയും കമ്മിറ്റി മെമ്പർമാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ഈ പരിപാടി അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി AS അൻവറിനെ ക്ഷണിക്കും. വീണ്ടും ഈ ബോക്സിലൂടെ അവതരണത്തിലൂടെ പണം കണ്ടെത്തണം തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം. അതിനുവേണ്ടി ഈ ബോക്സ് വീണ്ടും ലോക്ക് ചെയ്യാൻ പോകുകയാണ്. ലോക്ക് ചെയ്തിട്ട് അതിന്റെ ചാവി തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുടെ കൈവശം ഈ വേദിയിൽ വെച്ച് ഏൽപ്പിക്കുകയാണ്. ഇനി നമുക്കിതുപോലെ ഒരു ഫംഗ്ഷനോടുകൂടി അടുത്തൊരു ഘട്ടം കൂടി നമുക്ക് ഇതുപോലെ ലോക്ക് തുറക്കാം. അതിന് ഇതിൽ കൂടുതൽ നമുക്ക് വയനാടിന് കൈത്താങ്ങാകാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ലോക്ക് പൂട്ടുകയാണ്. പേര് പറഞ്ഞേ. ഞാൻ പഠിപ്പിച്ചു കൂട്ടിയാ വിനോദ ഇതിന്റെ ഈ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് TCV, ACV, നമ്മുടെ മീഡിയ 4, മാതൃഭൂമി അവരൊക്കെ എന്നോട് ചോദിച്ച് തന്നെയാണ് ഫോട്ടോ സഹിതം ദേശാഭിമാനി, മാതൃഭൂമിയൊക്കെ നമുക്ക് ഇതിന്റെ ഈ അനൗൺസ്മെന്റ് അവർ നന്നായിട്ട് ജനങ്ങളെ എത്തിച്ചിട്ടുള്ളത്. മീഡിയക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് പേര് എവിടെ കളിക്കുന്ന കണ്ടിട്ട് എഴുതാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ സംഭവിക്കും. നമ്മൾ നാടകം ഓർഗനൈസ് ചെയ്യുക, കളിച്ചിട്ട് മുന്നോട്ട് പോവുക. മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളവരാണ് അവര് വന്ന് അത് കവർ ചെയ്തോളും എന്നുള്ളതാണ്. എല്ലാവരും മാഷുകൾക്കുണ്ട്. ലൈവ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും മനുഷ്യസ്നേഹികളും നാളെ മുതൽ ഈ പ്ലേ കളിപ്പിക്കുന്നതിന്റെ സംഘാടനത്തെ കുറിച്ചും കൂടി നിങ്ങളുടെ ഡെയിലി വീട്ടിലെ ചർച്ചകളിൽ ആലോചിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനിപ്പിക്കാം. നമുക്ക് ആ കർത്തവ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇവിടെ ഈ ഐക്യദാർഢ്യ സദസ്സ് അതിനാദ്യം സ്വാഗതം പറഞ്ഞത് ശ്രീ സിബിൻ ടി ചന്ദ്രൻ, സംഘാടക സമിതിയുടെ കൺവീനർ, ഈ വായനശാലയുടെ പ്രസിഡന്റ് കൂടിയാണ്. സിബിൻ ടി ചന്ദ്രന് ആദ്യമായി നന്ദി പറയുകയാണ്.
അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് പി എ ഷാജഹാൻ, സംഘാടക സമിതിയുടെ ചെയർമാൻ. അതുപോലെ ഉദ്ഘാടനം ചെയ്തത് ആര്യ ഫാബി ടീച്ചറാണ്. അവർക്ക് നന്ദി പറയുകയാണ്. മുഖ്യ പ്രഭാഷണം ശ്രീ പി കെ ലോഹിതാക്ഷൻ, രക്ഷാധികാരി സംഘാടക സമിതിയുടെ. അതുപോലെ തന്നെ രക്ഷാധികാരി സംഘാടക സമിതിയുടെ എം മധു. ഉപഹാര സമർപ്പണവും അഭിവാദ്യവും ശ്രീ പ്രിയനന്ദനൻ, പ്രശസ്ത ചലച്ചിത്ര നാടക സംവിധായകൻ. മുഖ്യാതിഥികൾ ശ്രീമതി ബിന്ദു ടീച്ചർ, ഈരുളം വയനാട് പ്രശസ്ത കവയത്രി ഗായിക, പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഇവിടെ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം അറിയിച്ചിട്ടുണ്ടായിരുന്നു. താക്കോൽ കൈമാറ്റം അഭിവാദ്യം ചെയ്തത് ശ്രീ എൻ മനോജ്, പ്രസിഡന്റ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ആദരവ് ശ്രീമതി ലതാ മോഹന പാലക്കാട്, പ്രശസ്ത നാടക പ്രവർത്തക. ഫണ്ട് കൈമാറൽ ശ്രീമതി സുലജ സദൻ, സെക്രട്ടറി രവിവർമ്മ വായനശാല. നാടക പര്യടനാനുഭവങ്ങൾ പങ്കുവയ്ക്കൽ ശ്രീ ശശിധരൻ നടുവിലെ പ്രശസ്ത നാടക പ്രവർത്തകൻ, ശ്രീ ചാക്കോടെ അന്തിക്കാട് പ്രശസ്ത നാടക പ്രവർത്തകൻ, ശ്രീ സുരേഷ് നന്മ പ്രശസ്ത നാടക പ്രവർത്തകൻ, ശ്രീ ജയകൃഷ്ണൻ ഉരകം സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ വിലാസ്. അതുപോലെ തന്നെ 10ാം വാർഡിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, 10ാം വാർഡ് മെമ്പർ ശ്രീ കെ ബി പ്രജിത്ത് എന്നിവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച വായനശാലയുടെ പ്രവർത്തകരായിട്ടുള്ള ശശിയേട്ടൻ, ധീരജ് വാര്യർ, ഡിബിൻ മഞ്ഞളി, രാജേഷ് എം ആർ, വത്സൻ കതിരപ്പള്ളി, അതുപോലെ നാടകത്തിൽ അഭിനയിച്ച ഗോപകുമാർ, സനിൽ വല്ലച്ചിറ, സനൂപ്, പ്രസാദ്, എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതിലുപരിയായി വയനാടിന് കൈത്താങ്ങാവുന്ന ഈ ഉദ്യമത്തിൽ വിജയത്തിനായി പ്രവർത്തിച്ച കലാകാരന്മാർ, വിദ്യാലയങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സംഘടനകൾ, ഗ്രന്ഥശാല പ്രവർത്തകർ, എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി അവസാനിക്കും. എല്ലാവരും കൂടെ നമ്മുടെ നാടകം കൊടുത്തിട്ടെല്ലാം എവിടെ നിന്നിട്ട് എടുക്കണ്ടേ? ബിന്ദു, ടീം, ടിയോ, ടീച്ചറെ, ആക്ടേഴ്സ് എല്ലാവരും വാ. ഇതിലായിട്ട് മതി, കിട്ടും. നമ്മുടെ ടീം വാൻശാല ടീം സുബൈൻ എല്ലാവരും ഫോട്ടോ എല്ലാവരും എടുക്കട്ടെ. കയ്യിലേക്ക് ഞങ്ങളെല്ലാവരും ഇരിക്കണം. നമ്മുടെ വായനശാല ടീം ഞാൻ പറഞ്ഞു നമ്മുടെ പകുതി കട്ടാക്കുകയാണ്. നമുക്ക് അതാണ് വിഷയം. കിട്ടിയില്ലേ? ഞാൻ ശ്രീജത്തിന്റെ നോക്കി വേറെ മാസ